എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നും ഒരു ദിവസം നമ്മുടെ ദൈവം നമുക്ക് ദാനമേ തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നമുക്ക് നല്ലൊരു ഗവൺമെൻറ് വരാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെന്താ, വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിനെല്ലാം നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. എൻ്റെ പ്രൈസമ്മോൻ പറയുന്നത് മമ്മിയുടെ 1 lakh ആകുമ്പോൾ അവൻ പാട്ട് പാടാന്ന് പറയുന്നത്. അവന് ഭയങ്കര ആഗ്രഹം, അവൻ എന്നും എൻ്റെ സബ്സ്ക്രൈബ്. ഞാനത് പക്ഷെ അത്രയും പക്ഷെ അത്രയും ശ്രദ്ധിക്കാറില്ല. എൻ്റെ സബ്സ്ക്രൈബർ പ്രീതി ചേച്ചിയും ഇങ്ങനെ നോക്കിയിരിക്കുമെന്ന് പറയുന്നത് എത്ര സബ്സ്ക്രൈബേഴ്സായിരുന്നു. ഒരിടയ്ക്ക് ഒത്തിരി താണായിരുന്നു, കഥ ടപ്പാ അടിക്കുന്നത്. ഇവിടെ ചൂട് സഹിക്കാൻ വയ്യ പൊന്നോ. നാട്ടിൽ ഇപ്പം ഭയങ്കര മഴയാന്ന് പറയുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ബെൻസി ഒരു വീഡിയോ ഇട്ടായിരുന്നു, അവർ മീനൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമായി. ഈ മീൻ പിടിക്കാൻ പോകുന്നതും ഇങ്ങനെ മാർക്കറ്റ് ചന്തയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വീഡിയോ ആയിരുന്നു. അപ്പം ഞാൻ ഇനി ചൂട് കാണുമ്പോൾ ഈ ഡ്രസ്സ് അങ്ങ് മാറട്ടെ, ഓട്ടൊക്കെ ഇട്ടിട്ട് വന്നേ. പപ്പാടെ ഫോണായിരുന്നോടെ പോളെ? എനിക്കിപ്പോൾ ഇത് ഫോൺ വന്നായിരുന്നു. അപ്പം ഞാനത് എടുക്കാൻ ചെന്നപ്പോഴത്തേന് കട്ടായി. പിന്നെ പോളിൻ്റേത് വിളിച്ചെന്ന് തോന്നുന്നു. ഇത് ബെൻസി എനിക്ക് ഇപ്പം അയച്ചു തന്ന് വീണ്ടും കൂടുതൽ ഞാൻ നോക്കട്ടെ. ഡ്രസ്സാണ്, കൊള്ളാമോ? അപ്പോൾ രാവിലെ ദോശയായിരുന്നു. അപ്പം ഞാൻ ഇനിയും കാണിക്കുന്ന ഒരു ക്ലിപ്പെന്ന് പറയുന്നത് 20-ാം തീയതി ഞങ്ങൾ ഇലക്ഷന് പോയിട്ട് വോട്ടിടാൻ പോയിട്ട് വന്നതിൻ്റെ അന്നത്തെയാണ്. വോട്ടിട്ടിട്ട് വന്നതാണ്. ഞങ്ങൾ ലൈൻ ഓരോ ബൂത്ത് ഉണ്ടായിരുന്നല്ലേ, ഇവിടെ അടുത്ത് 2 മിനിറ്റ് നടന്നാൽ മതി. പൂർമ്മം പഠിച്ച സ്കൂളിലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ലൈൻ ഇല്ലായിരുന്നു. ഞങ്ങൾ പോയത് ഒരു 10 മണിക്കാണ് പോയത്, എന്നിട്ട് ലൈൻ ഇല്ലായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ചിലയിടത്തൊക്കെ ഒത്തിരി ലൈനുണ്ട്. അപ്പം പിന്നെ പോയിട്ട് വന്നു, വോട്ടൊക്കെ കൊടുത്തു. അവിടെ എല്ലാം വെള്ളം വെച്ചിട്ടുണ്ട് പക്ഷേ അവർ കേട്ടോ, ഈ ബിസ്ലറി ബോട്ടിൽ വേണ്ടിയവർക്കൊക്കെ എടുത്ത് കുടിക്കാം. പോളുമ്പോൾ പഠിച്ച സ്കൂളായതുകൊണ്ട് ഞങ്ങൾക്ക് ലൈനില്ലെന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ 116-ാം ബൂത്തായിരുന്നു, അതിൽ ആൾ കുറവായിരുന്നു, അങ്ങനെ പറഞ്ഞത്. ഇത് ബെൻസി ഇപ്പം അയച്ചു തന്നില്ല, അതിൽ ഒരു ജോഡി ഡ്രസ്സാണ്. അപ്പം പൂൾമോനെയും കൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞിരുന്നോണ്ട് അവിടെ വീട്ടിലൊരാൾ വന്ന് വോട്ടിട്ടിട്ട് വീട്ടിലോട്ട് വന്ന്. അപ്പം ഞാൻ തന്നെ ഇതങ്ങ് ഊരാൻ പോവാ, ചൂട് കാരണം ഞാനങ്ങ് ഊരാൻ പോവാം. അതുകൊണ്ട് ഞാൻ ഇത്രയൊന്ന് കാണിച്ചതാണ്. ഈ കാണിച്ച വീഡിയോ ഇത്രയും 20-ാം തീയതി. ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന കുക്കിങ്ങിൻ്റെയൊക്കെ നേരത്തെ ഉള്ള വീഡിയോ കേട്ടോ. ചൂട് സഹിക്കാൻ വയ്യെന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യ. മൊത്തത്തിൽ നമ്മുടെ കൈയിൻ്റെ അവിടെയൊക്കെ അങ്ങ് നീറുവാങ്ങ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു മെഴുക്ക് പുരട്ടി വെക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മാത്രം വെക്കാനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ റെയ്ച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന്, റെയ്ച്ചാൻ ആ വാജി വാങ്ങിക്കാൻ പോയി. റെയ്ച്ചാൻ ഇങ്ങനെ വെണ്ടയ്ക്ക ഇങ്ങനെ ഞെക്കി നോക്കി എടുക്കത്തില്ല. അവരെടുത്ത് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നുണ്ടേ പകുതിയും മുറ്റിയതാണ്, അതെല്ലാം കളയേണ്ടി വന്ന്. അപ്പോൾ എനിക്ക് വെണ്ടയ്ക്ക മാത്രം ഇട്ട് മെഴുക്ക് പുരട്ടാൻ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ അതിൽ 2 ഉരുളൻകിഴങ്ങും സവാളയൊക്കെ കീറിയിട്ട്. അപ്പോൾ ഞാൻ റെയ്ച്ചാനടുത്ത് പറഞ്ഞ്, റെയ്ച്ചാൻ അല്ലേ എടുത്തത് വെണ്ടയ്ക്ക? അപ്പം പറഞ്ഞു, അപ്പോൾ ചിലർ ഇതിൻ്റെ വാലിൻ്റെ അവിടെ ഉണ്ടല്ലോ ഒടിച്ച് നോക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ റെയ്ച്ചാൻ പറഞ്ഞു എല്ലാം ഞാൻ ഒടിച്ച് നോക്കണമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒടിച്ച് നോക്കണ്ട, കൈയും കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കന്നേരം മുറ്റിയതാണെങ്കിൽ കട്ടി പോലെ ഇരിക്കുമല്ലേ, അങ്ങനെ എടുത്തുകൊണ്ട് വന്നാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. അവിടെ ഭയങ്കര ആൾക്കൂട്ടം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സഫോക്കേഷൻ പോലെ എനിക്ക് തോന്നും. റീച്ചാനൊന്നും അങ്ങനെ കുഴപ്പമില്ല, അതുകൊണ്ടാണ് റീച്ച എന്നോട് പറയുന്നത് വരണ്ടാന്ന്. അവൻ തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അറിയത്തില്ല. പിന്നെ ഇനിയിപ്പം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ജ്യൂസേ മാങ്കോയുടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇന്ന് ഞാനും, മറ്റേത് ഞാൻ കുടിക്കാറില്ലായിരുന്നു, ഇന്ന്
അത്രയ്ക്ക് ചൂട് സഹിക്കാൻ വയ്യാഞ്ഞ് ഞാനും ഒരു ഗ്ലാസ് കുടിക്കാൻ എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒത്തിരി എടുത്തില്ല, ഒരു അര ഗ്ലാസ്. ബാക്കിയെല്ലാം അവർക്ക് കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞില്ല ഇത്രയും ഇല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. അത്രയ്ക്ക് തിക്കായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കൊടുത്ത്. ഇങ്ങനെയുള്ളത് കുടിക്കുന്തോറും നമുക്ക് ദാഹം കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വെച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രൈസിന് കൊടുത്തുടനെ ആ ഉരുളൻകിഴങ്ങെല്ലാം മാറ്റിയിട്ട് വെണ്ടയ്ക്ക പോളിനെന്നാൽ നേരെ തിരിച്ചാൽ അവന് ഉരുളൻകിഴങ്ങാണ് ഇഷ്ടം. പ്രൈസിന് ഞാൻ പിന്നെ അതിൽ നിന്നുള്ള വെണ്ടയ്ക്ക കൂടുതലും എടുത്തു കൊടുത്തു. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഞാനങ്ങനെ ഉണ്ടാക്കാത്ത ഒരു കറിയാണ്. കാരണം ഇവിടെ അങ്ങനെ ഇവരങ്ങനെ കഴിക്കാറില്ല. ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടെ കഴിച്ചാൽ നമുക്ക് കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഈ തേങ്ങാ വറപ്പൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങ് അവോയ്ഡ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ചട്ടി വെച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് ഞാൻ പറയും ഉണങ്ങിയ കറിവേപ്പിലയായിരുന്നെന്ന് അത് ചീട്ട് കൊടുത്ത്, പിന്നെ ഇതിലേക്ക് 1-2 വെണ്ടയ്ക്ക, പിന്നെ കിഴങ്ങും കൊച്ചുള്ളി ഇതിന് ഏറ്റവും നല്ലത് തീയലിനൊക്കെ. എൻ്റെ ഈ സവാളയുള്ളായിരുന്നു, സവാളയും ടൊമാറ്റോയും എല്ലാം കൂടി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പൂടൊക്കെ ഇട്ടിട്ടൊന്ന് വഴട്ടിയെടുക്കട്ടെ. അപ്പോൾ റെഡിമെയ്ഡ് ഇപ്പോൾ കിട്ടിയത് കൊണ്ട് നമ്മളങ്ങ് ചെയ്യുക. ഞാൻ ഇവിടെ റേച്ചാനും അത്ര ഈ തേങ്ങ അരച്ചതിനോടത്ര താല്പര്യമില്ലായിരുന്നു, പോളിനും ഇഷ്ടമല്ല. പിന്നെ പിന്നെ ഞാൻ വറുത്തരച്ച് മീൻകറി വെച്ചിട്ടുണ്ട്, അന്നും ഇത്തിരി കൂട്ടുമായിരുന്നു. പക്ഷെ പോളിന് അത്ര താല്പര്യമില്ല. അപ്പം നോക്കട്ടെ. അപ്പം ഞാൻ തീയലങ്ങനെ വെക്കാറേ ഇല്ല. അപ്പം ബെൻസി കഴിഞ്ഞ ദിവസമേ കോക്കനട്ട് വറുത്തത് ഇങ്ങനെ അവരിതൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ അയച്ചു തന്നു. അപ്പോൾ ഇനി തേങ്ങ ഇട്ട് വഴറ്റണ്ടല്ലോ നമുക്ക്. തേങ്ങ വറുത്ത് കിട്ടിയതാണ്, വറുത്ത തേങ്ങയിൽ. ഇതിൻ്റെ അകത്ത് ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതിയല്ലേ. അതുകൊണ്ട് ഇത് തന്നാൽ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. കാരണം ഇവിടെ നേരത്തെ ഉണ്ടാക്കിയോണ്ടേ റീച്ചാനൊന്നും അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് ഈ തേങ്ങ വറുത്തരച്ച് അങ്ങനെയുള്ളത്. അപ്പം ഇന്നിപ്പം പിള്ളേരും അങ്ങനെ കൂട്ടിയിട്ടില്ല. ഇപ്പോൾ പോൾമന കുഞ്ഞിലേങ്ങ കൊണ്ടുണ്ടാക്കിയോ, അത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം അതിനി അവൾ പറഞ്ഞ് ഇതിൽ നിന്നൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി, നന്നായിട്ട് കാണുമെന്ന് അരപ്പ്. അതുകൊണ്ടൊരു തീയൽ ഇന്നുണ്ടാക്കുക. ചൂട് എനിക്ക് വയ്യേ എൻ്റെ അമ്മച്ചിയെ. രാവിലെ തുണികളെല്ലാം കഴുകി കഴിഞ്ഞു. പാത്രങ്ങൾ ഇനിയിപ്പം ഈ ജ്യൂസൊക്കെ കൊടുത്ത പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. മെഴുക്ക് വരട്ടിയായി, ഇന്നത്തെ തോര ഇരിപ്പുണ്ട്, ഇത്തിരി മോരുകറി ഇരിപ്പുണ്ട്. ഇവർക്ക് മെഴുക്കുവരട്ടിയും ചപ്പത്തിയും കൂടെ നമുക്ക് കൊടുക്കാം. അതവിടെ കിടന്ന് വഴരാ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിഞ്ഞിലിരിപ്പുണ്ടായിരുന്നു. ഒരു കാര്യമൊക്കെ എനിക്ക് അബദ്ധം പറ്റി. റീച്ചാൻ അന്ന് ബ്ലഡ് കൂടെ ലിവർ നല്ലതെന്ന് പറയാൻ റീച്ചാൻ എനിക്ക് 1/4 കിലോ ലിവർ, 1/4 കിലോ ആണോ 1/2 കിലോ എന്ന് എനിക്കറിയത്തില്ല, വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അന്ന്. വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ പറയില്ല ഈ ഫ്രീസറിൻ്റെ അകത്ത് ഞാനിങ്ങനെ മീനുകളൊക്കെ വെക്കാൻ എനിക്ക് സ്ഥലമില്ലായിരുന്നു. ഞാൻ അന്നേരം അതിൻ്റെ അകത്തായിരുന്നു അത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വേസ്റ്റാണെന്നും പറഞ്ഞ് ഞാൻ 1-2 കവറുകൾ ഇങ്ങനെ വെച്ചാൽ രാവിലെ എടുത്തു. ഇന്ന് ഞാനിപ്പോൾ ആ ലിവർ വെക്കാനായിട്ട് എടുത്തുണ്ട്, ലിവറില്ല അതിൻ്റെ അകത്ത്. ലിവറും ഞാൻ വേസ്റ്റാണെന്നും പറഞ്ഞെടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. എനിക്കങ്ങൊരു വിഷമം. പക്ഷേ റീച്ചാറോട് പറഞ്ഞാൽ പോയത് പോയി, ഇനി എന്തോ ചെയ്യും അങ്ങനെ പറയും. പക്ഷേ എനിക്ക് അപ്പം ഞാൻ ലിവറാണെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നത് എന്തുവാ, അന്ന് ആ മീൻ്റെ പരിഞ്ഞിലുണ്ടായിരുന്നു, പരിഞ്ഞിലാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ തുറന്നു നോക്കിയപ്പോഴാണ് അറിഞ്ഞത്, അയ്യോ ഇത് പരിഞ്ഞിലാണെന്നല്ലോ. ഞാനെല്ലാം തപ്പി അതെല്ലാം ഇളക്കി നോക്കിയിട്ടൊന്നും അതവിടെ ഇല്ല. എന്തോ ചെയ്യാനും എൻ്റെ ലിവറല്ല. എനിക്കിഷ്ടവുമാ, പക്ഷേ HB കൂടാൻ നല്ലതാണ് കുറേ പേര് പറഞ്ഞു. അത് ഉപയോഗിച്ചിട്ടില്ല, പോയി. അടുത്ത് ഞാൻ പറഞ്ഞ് ഡെയിലി ഓരോ ചാപ്റ്റർ ഹിന്ദി മറാഠിയും റീഡ് ചെയ്യുന്നു. അവിടെ നിന്ന് റീഡ് ചെയ്യുക പ്രൈസ്. എന്നിട്ട് കുളിക്കാൻ പറഞ്ഞിട്ടിരിക്കുക. അപ്പം പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കട്ടെ. കുറച്ച് കഴുകിയതാ, ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പാത്രങ്ങൾ കുറച്ചുണ്ട്, അതുകൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. എനിക്കാണെങ്കിൽ ഇന്ന് മൊത്തം ആ ലിവറിൻ്റെ ചിന്തയായിരുന്നു. വെള്ളം എന്തോ ചൂട്.
ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം നമ്മളത് ഇട്ടയല്ലേ. കഴിഞ്ഞോ? ആ സ്റ്റോറി അച്ചാച്ചന് പറഞ്ഞു പോയപ്പീര്. കൊടുക്ക് കൊടുക്ക് കൊടുക്ക, അവൻ്റെ കൊടു. അവൻ പ്യാർസെ പൂച്ച കൊടുക്ക. നീ പറഞ്ഞതൊക്കെ ശരിയാണോ നോക്കണ്ടേ? കൊടു കൊടു. റൈസം പോ, വഴക്കുണ്ടാക്കാതെ. അവൻ്റെ കൊടുക്കത്. അര ടേബിൾ സ്പൂൺ കൂടെ മല്ലിപ്പൊടി ഇട്ട് കേട്ടോ. ഒരിച്ചിരിയും കൂടെ മുളക് പൊടിയും കൂടെ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ചെറിയ തീയിലിട്ടേക്കോ, ഞാൻ അന്ന് ചൂടായാൽ മതി. ആ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ഇത്തിരി ഒന്ന് ഇതാവട്ടെ. പ്രൈസിന് ഭയങ്കര ഇതായിട്ടോ. പിന്നെ പോൾമോൻ പറഞ്ഞ് എടാ സ്റ്റോറി ഒന്ന് പറഞ്ഞു കേൾപ്പിയിരുന്നു. അവനത് ഒരു ചമ്മലല്ല, അവന് ഇന്ന് താഴാൻ വയ്യ. ഇല്ലില്ല ഞാൻ തുറച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞ് കൊടുക്ക്, നീ പറഞ്ഞ് ശരിയാണോന്ന് അറിയണമെന്ന്. അവന് അത് എഗ്രി ചെയ്യത്തില്ല. പിന്നെ കൊടുത്ത്. അപ്പം ഞാനിത് അരപ്പൊന്ന് തണുത്തുടനെ ഞാനൊന്ന് അരച്ചെടുത്തായിരുന്നേ. അപ്പം തീയലാകുമ്പോൾ ഇത്തിരി കൂടെ ഒന്ന് കുറുകിയായിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇച്ചിരി ചാറായിട്ട് എടുത്തേ. ഇവിടെ പ്രൈസമ്മോൻ പിന്നെയും കഴിച്ചു, ഡാഡിക്കും ഇഷ്ടമായി. ഈ പോളൊരിച്ചിരി തൊട്ടില്ല. ഞാൻ കെഞ്ചി പറഞ്ഞിടാ ഒരിച്ചിരി ചാറയിലും ഒന്ന് നോക്കടാ, ഇടിച്ചമ്മന്തിയുടെയൊക്കെ ചമ്മന്തിപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ആടാ. അവൻ എടുത്തില്ല. ഇച്ചിരി മോരുകറി ഉണ്ടായിരുന്നു, അവൻ അതാ എടുത്തത്. എന്നിട്ട് അതിൻ്റെ അകത്ത് കിഴങ്ങ് അവൻ പറക്കിയെടുത്തു. അപ്പോൾ റേച്ചാൻ വൈകിട്ട് വന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു. ഞാൻ പറയും ഇന്നെന്നാ ചോറ് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ റേച്ചാന് ഇഷ്ടമായി. പക്ഷേ നമ്മൾ ഈ പുളി പിഴിഞ്ഞൊഴിക്കത്തില്ലേ, അതാ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു യോ തീയലിന് പുളി വേണം, അല്ലാതെ എങ്ങനെയാ, നല്ലതല്ല, പുളി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇത്രയും ചാറായിട്ടല്ല എല്ലാവരും എടുക്കുന്നത്, ഞാനിച്ചിരി ചാറായിട്ട് എടുത്ത്. എനിക്ക് ഈ കറിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പൂടെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനും പുളി പിഴിയുന്ന കാര്യം മറന്നുപോയായിരുന്നു. കാരണം ഇച്ചിരി ടേസ്റ്റ് നോക്കിയുണ്ടെങ്കിൽ തീയലിൻ്റേതായ ഒരു ടേസ്റ്റ് വന്നില്ല. അപ്പോൾ മനസ്സിലായി ഇച്ചിരി പുളിയും കൂടെ. പിന്നെ ഞാൻ ഇച്ചിരി നല്ല ചൂടുവെള്ളത്തിൽ പുളി അങ്ങോട്ട് പെട്ടെന്ന് ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. കറക്റ്റ്. പിന്നെ ഞാനിപ്പോൾ പറയാൻ വന്നതേ, ഒരു ഇൻട്രോ ഒക്കെ കഴിഞ്ഞതാ. പിന്നെ ഇപ്പോൾ കുളിച്ചിട്ട് വന്ന് അയ്യോ ചൂട് സഹിക്കാൻ വയ്യേ. ഞാൻ പറഞ്ഞില്ലേ എന്നും ഞാൻ അങ്ങനെ മുടി കഴുകാറില്ലെന്ന്. പക്ഷേ ഇപ്പം 2 ദിവസം കൊണ്ട് കഴിയുന്നുണ്ട്. കാരണം അത്രയ്ക്ക് മുടിയും കൂടെ അങ്ങ് നനഞ്ഞിരിക്കുമല്ലേ. നാട്ടിൽ ഇപ്പം മഴ അതിൻ്റെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. പിന്നെ ഇനിയും അങ്ങനെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റിങ് ചെയ്യാമെന്ന് വെച്ച് തപ്പിടിച്ചിരിക്കുകയല്ലേ. എന്തോടാ നോക്കുന്നേ? വായിന്നിട്. പിന്നെ ഞാനിപ്പോൾ അർജൻറ്റ് വന്നതേ, ഇപ്പോൾ ഈ വിദേശത്തുള്ളവരൊക്കെ പറയും ചേച്ചി നാട്ടിൽ വരുമ്പം അല്ലെങ്കിൽ ബിജി നാട്ടിൽ വരുമ്പം അച്ചാർ വാങ്ങിക്കാമെന്ന്. അപ്പോൾ നേരത്തെ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോഴും നിങ്ങൾ വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങൾ അവിടുന്ന് തിരിക്കുമ്പോഴേലും ഒന്ന് പറഞ്ഞാൽ എനിക്കതനുസരിച്ച് ചെയ്യാമല്ലോ. ഇപ്പം ഇന്ന് മെനഞ്ഞാൽ നന്നേലും ഒരാൾ പറഞ്ഞ് 2-3 ദിവസത്തിനകം കിട്ടുമെന്ന്. എങ്ങനെ ഞാൻ നാട്ടിലോട്ട് 2-3 ദിവസത്തിനകം അയച്ചു കൊടുക്കാനാ? കാരണം ഇവിടുന്ന് ഒരു 7 ദിവസമെങ്കിലും എടുക്കും കൊറിയർ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വേറെ ആരുടെയെങ്കിലും എവിടുന്നേലും അവർ എനിക്കൊരു ഹെൽപ്പായിട്ട് ആയിക്കോട്ടെ എന്നും പറഞ്ഞാൽ ഈ എൻ്റെ നിന്ന് വാങ്ങിക്കാം. പക്ഷേ അതിങ്ങനെ ആയിപ്പോയി, ഫ്ലോപ്പായിപ്പോയി. നേരത്തെ പറഞ്ഞില്ല, അങ്ങ് മറന്നുപോയെന്ന്. അതുകൊണ്ട് ചിലർക്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ചേച്ചിയുടെ അച്ചാർ വാങ്ങിക്കാമെന്നൊക്കെ. അപ്പോൾ അതൊന്ന് അവിടുന്ന് തിരിക്കുമ്പോഴേ ഒന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച്. ഇപ്പോൾ ഈ നാരങ്ങയൊക്കെ ആണെങ്കിൽ ഇപ്പം നാരങ്ങയ്ക്ക് നല്ല വില. അവർക്ക് വിലയൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇടണ്ടേ, നാരങ്ങയൊക്കെ ഇട്ട് എന്തോന്നേലും അങ്ങ് 7 ദിവസം കൊണ്ട് ഇരുന്ന് അതങ്ങ് കനിയുമെന്ന് പറയാം.
എന്നാൽ നമ്മളതെല്ലാം ഒന്ന് അരിഞ്ഞ് നാരങ്ങയ്ക്ക് 2 ദിവസം എടുക്കും അത് അരിഞ്ഞ് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടേ ഞാൻ പിറ്റേന്നേ ഇടത്തുള്ളൂ. അപ്പം അത്രയും താമസം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നേരത്തെ അറിയിച്ചാൽ എനിക്കും അതിൽ ഹെൽപ്പാവും. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ ഇഷ്ടം പോലെ അച്ചാറുകാരുണ്ടെന്നറിയാം. അത്രയും ഒരു സഹായം എനിക്ക് ആയിക്കോട്ടെന്ന് പറഞ്ഞ് പാവങ്ങൾ ചെയ്യാൻ ഇരുന്നതാണ്. ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ, അത് പറയാനാണ് ഞാനിപ്പം മെയിനായിട്ടും വന്നതേ. അപ്പം ഇന്നലത്തെ വീഡിയോ അങ്ങോട്ട് ആരും കണ്ടില്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ച് പറയാനും ഒക്കത്തില്ലല്ലേ. ഇന്നാളെ ആരോ പറഞ്ഞില്ലേ, നിർബന്ധിച്ചിരുന്നു. നമ്മൾ പറയാനുള്ളത് നമ്മളുടെ ഒരു ജോലിയായത്. അപ്പം നമ്മൾ പറയാനുള്ളത് പറയുക, കാണാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ കാണും. അതുകൊണ്ട് കഴിവതൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുന്നു തായെ. ഓക്കെ, പ്രൈസിന് വല്ലതും പറയാനുണ്ടോടാ? ഒന്നുമില്ല. പ്രൈസൻ 100K ആവാനിരിക്കുക. 1 lakh. അപ്പോൾ പ്രൈസ മോനൊരു പാട്ട് പാടുമില്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ്, കഴിഞ്ഞ ദിവസമല്ല, അത് ആ ബെൻസിയുടെ ഗിഫ്റ്റ് വന്നില്ലേ, അന്നത്തെ വീഡിയോയ്ക്ക് ഇന്നാണ് ഞാനൊരു കമൻറ്റ് കണ്ടത്. റോസില്ലയുടെ ചേച്ചി അനിയത്തിയുടെ ഗിഫ്റ്റ് കിട്ടിയോട്ടോ അത് ഇന്ന് സുന്ദരിയായിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ, ആരയച്ചാലും, അനിയത്തി ആണെങ്കിലും ആരയച്ചാലും നമുക്ക് എന്താണെങ്കിലും നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ്. നമുക്കാരോ ഇപ്പം ഞാൻ അനിയത്തിയുടെ കാര്യമല്ല പറയുന്നത്, വേറൊരാളുടെ കാര്യം ഞാൻ പറഞ്ഞതാണ്. എത്ര നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഒരു ഗിഫ്റ്റ് നമുക്ക് തരുന്നത്. ഓക്കെ, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, സവാള. പരിഞ്ഞിൽ വെക്കാനാണ്. അത് ഞാനൊന്ന് അരിഞ്ഞ് കഴുകിയെടുത്തോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പ്രൈസമോൻ ഒരു പീസെങ്ങാനും കഴിക്കും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇങ്ങനെയുള്ള നമ്മുടെ ഈ ചൂരയുടെയൊക്കെ വലിയ പരിഞ്ഞിലാവുമ്പോൾ ഞാൻ ഇച്ചിരി കുടംപുളിയും കൂടെ ചേർക്കും, കുറച്ച്. പക്ഷേ നമ്മുടെ മത്തിയുടെ ഒന്നും പരിഞ്ഞിലാണെങ്കിൽ, അയലയുടെ അങ്ങനെയുള്ള പരിഞ്ഞിൽ ഞാൻ പുളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനാവുമ്പോൾ ഇച്ചിരി പുളി ചേർക്കണം. ഞാൻ ഇതിൽ കുരുമുളക് പൊടി നന്നായിട്ട് വലിയൊരു സ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഇതിന് നല്ലതാണ്. ഞാൻ ഇഞ്ചിയും നന്നായിട്ടൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാണ്ട് ഇത്രയും പരിഞ്ഞിലുണ്ടായിരുന്നു. എനിക്ക് 2 ദിവസം കുശാലായിരുന്നു. വേറെ കൂട്ടാനൊന്നും ഞാൻ എടുത്തില്ല, ഇതാണ് എടുത്തത്. അപ്പോൾ ഇച്ചിരി മാങ്ങ ഉണ്ടായിരുന്നെങ്കിലും നല്ലതായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായി ഇച്ചിരി ഒന്ന് വേവണമല്ലേ. നല്ല വേവുണ്ട് ഇതിന്, നമ്മുടെ മറ്റേ പരിഞ്ഞിൽ പോലല്ല. പച്ചമുളകൊക്കെ ഞാൻ കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ പച്ചമുളകൊക്കെ കീറിയിട്ടത്. അല്ലാതെ പിള്ളേർക്ക് അങ്ങനെ പച്ചമുളക് ഞാനങ്ങനെ കീറിയിടാറില്ല. അപ്പോൾ അത് കുറച്ച് നേരം നന്നായി വെള്ളമൊക്കെ വറ്റി വെന്ത് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. തോരൻ ഇവിടെ ഇപ്പം പരിഞ്ഞിൽ തോരൻ റെഡിയായി. അപ്പോൾ നമ്മുടെ കറി ഇന്നാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.